നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസ് 2, 3, 4 വീഡിയോസ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് കമൻസിൽ വന്നിട്ടുണ്ട്, എങ്ങനെയാണ് നെക്ക് തയ്ച്ച് ഒന്നുകൂടെ ഒന്ന് കാണിക്കുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു സ്ലീവിൻ്റെ ഭാഗത്ത് നമുക്ക് എന്താണ് ലേസ് സ്റ്റിച്ചൊന്നും കാണാത്ത രീതിയിൽ ഹൈലൈറ്റ് ചെയ്തതെന്ന് ഒന്നും കൂടെ കാണിച്ചു തരുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഓൾറെഡി ഞാൻ ചെയ്ത വീഡിയോസിൽ ഇച്ചിരിയും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങോട്ട് വീണ്ടും വീഡിയോസ് ആയിട്ട് ചെയ്യുകയാണ്. ഇത് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിന് എനിക്ക് എന്തായാലും മാക്സിമം കോപ്പിറൈറ്റ് വരാനായിരിക്കും ചാൻസ് ഉണ്ടാവുക. അറിയത്തില്ല, എന്താണ് റിപ്പീറ്റഡ് വീഡിയോസ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ മെയിനായിട്ട് കാണിക്കുന്നത് നമുക്ക് കമൻറ്റിൽ വന്ന ആ ഒരു ഡൗട്ടാണ്, എങ്ങനെയാണ് ലേസ് വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ചിങ് ഒന്നും വരാതെ പുറത്തോട്ടൊന്നും കാണാത്ത രീതിയിൽ ഹൈഡായിട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നമ്മൾ ഫ്രോക്കിനൊക്കെ സാധാരണ ചെയ്യാറുണ്ട്, സൽവാറിനൊക്കെ ചെയ്യാറുണ്ട്. ഷോൾഡർ ടു ഷോൾഡർ നമ്മൾ ആദ്യമേ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ചിട്ട് ഇതുപോലുള്ള സ്വീക്വൻസ് ആയിട്ടുള്ള ക്ലോത്തൊക്കെ ആകുമ്പോൾ എന്താണ് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവില്ലേ, ആ ഒരു ഇറിറ്റേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡിൽ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബ്ലൗസൊക്കെ ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് പറയാനില്ല അല്ലേ, അത്രത്തോളം എന്താണ് ടൈറ്റായിട്ടൊക്കെയാണ് ബ്ലൗസ് നമ്മൾ വെയർ ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും ടൈറ്റായിട്ടൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മാക്സിമം സ്റ്റിച്ചൊക്കെ ഉള്ളിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് വീണ്ടും റിപ്പീറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ കണ്ട കൂട്ടുകാർക്ക് ഇത് റിപ്പീറ്റഡ് ആയിട്ട് തോന്നും. അല്ലാത്ത കൂട്ടുകാർ എന്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുക കേട്ടോ. ഞാനതിങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് എനിക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചില കാര്യങ്ങൾ പറയാൻ അറിയത്തില്ല. ഞാൻ എങ്ങനെയാണോ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കാറുള്ളത്. മാക്സിമം നല്ല കംഫർട്ട് തന്നെയാണ് എനിക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ പുറത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും എനിക്ക് കിട്ടാറുള്ളത്. അത്രയും സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. പ്രത്യേകിച്ച് എന്താണ് നമ്മുടെ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ബോട്ട് നെക്ക് കട്ടിംഗ് ഒക്കെ ആയിട്ടുള്ള ബ്ലൗസൊക്കെ ചെയ്യുമോ എന്നുള്ളത്. മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിക്കാം, കാരണം എനിക്ക് അതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. അതിന് ശേഷം മാത്രമേ ഞാൻ വീഡിയോസായിട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ. കാരണം നിങ്ങളിലേക്ക് ആ ഒരു കാര്യം എനിക്ക് മനസ്സിലായാൽ മാത്രമേ എനിക്ക് നിങ്ങളിലേക്കും കൂടി എത്തിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി ഇച്ചിരി വെയിറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ പുതിയൊരു ക്ലോത്തൊന്നും എടുത്തിട്ടില്ല. ആ ഒരു സമയത്ത് ഞാൻ പുതിയ ഡ്രസ്സിൻ്റെ ഒക്കെ എന്താണ് മെഷർമെൻറ്റ്സും എങ്ങനെയാണ് പെട്ടെന്ന് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഓരോ ഡ്രസ്സും കട്ടിങ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ചെയ്യുക എന്നുള്ളൊക്കെ വീഡിയോസുമായിട്ട് വരാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം വരെ നമ്മൾ എന്താണ് കമൻസിന് വന്ന റിപ്ലൈ ആയിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടും അതുപോലെ തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടൊക്കെ തന്നെ വീഡിയോസ് ഇടാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഷോൾഡറൊക്കെ ചെയ്തതിന് ശേഷം ബാക്കിൽ നമ്മുടെ ബാക്ക് പോർഷനിൽ ചെറിയൊരു ടക്കിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഷേപ്പിനനുസരിച്ചിട്ടുള്ള ടക്കിന് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഒരു ലേസിൻ്റെ വർക്ക് സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമ്മൾ എങ്ങനെയാണോ ലേസ് സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഒരു ഭാഗമാണ് ഞാൻ ഇനിയിപ്പോൾ കാണിക്കാൻ പോകുന്നത്. നല്ല വശത്തോട് ചേർത്തിട്ട് നമ്മൾ ഏത് തരം ലേസാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത്, പ്രത്യേകിച്ച് ഇതുപോലുള്ള സ്റ്റോൺ വർക്കൊക്കെ ഉള്ള ലേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മളത് നോക്കുക. അതിൻ്റെ നല്ല വശം നമ്മുടെ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ അതിൻ്റെ നല്ല വശത്തോട് ചേർത്ത് വെക്കുക. അതായത് നമ്മളിപ്പോൾ സ്വീക്വൻസ് വർക്കുള്ളതാണ് നമ്മുടെ മെയിൻ ക്ലോത്ത്, ആ ഒരു മെയിൻ ക്ലോത്തിൻ്റെ ഭാഗത്താണ് നമ്മുടെ ഈ ഒരു ലേസ് വർക്കിൻ്റെ നല്ല വശം ചേർത്ത് വെക്കുന്നത്. എന്നിട്ട് ആദ്യമേ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് അവിടെ നിർത്തി കൊടുക്കുന്നുണ്ട്. സ്റ്റോൺ വർക്കൊക്കെ ആകുമ്പോൾ അതിൻ്റെ 2 സൈഡ് വരുന്ന ആ ഒരു ത്രെഡും കറക്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോണൊക്കെ അങ്ങ് ഇറങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വൺ ടൈം യൂസ് അല്ലാതെ നമുക്കിത് എപ്പോഴും യൂസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഫോൾഡിംഗ് ഒക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മൾ പുറത്തോട്ടൊക്കെ ചെയ്യുന്ന സമയത്തും ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ആ ഒരു ഡ്രസ്സ് ഈട് നിൽക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും അവരുടെ തന്നെ വർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഈ രീതിയിലാണ് കേട്ടോ, വളരെ സിമ്പിളാണ്, ഇതിലൊന്നും അറിയാനായിട്ടില്ല. നമ്മുടെ കമൻസ് വന്നത് ചില കൂട്ടുകാർക്ക് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് ഡ്രസ്സിൽ കിട്ടുക. അപ്പോൾ പുറത്തോട്ടൊന്നും സ്റ്റിച്ചൊന്നും അല്ലെങ്കിൽ ആ ഒരു ലേസിൻ്റെ ഭാഗമൊന്നും കാണാത്ത രീതിയിൽ ഉള്ളിലോട്ട് അത് ഹൈഡായിട്ട് കിടക്കും. ഇനിയിപ്പോൾ ഇതിന് മീതിയായിട്ടാണ് ഞാൻ ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു ലേസിൻ്റെ കര വരുന്ന ഭാഗവും നമ്മുടെ ഈ ഒരു ക്ലോത്തിൻ്റെ കരയും എല്ലാം ഉള്ളിലോട്ട് പോകുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് അതവിടെ കിടക്കുകയും ചെയ്യും. നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ എൻഡിലായിട്ട് വരുന്ന ഭാഗം കറക്റ്റായിട്ട് അതവിടെ എന്താ പറയുക സെക്യൂറായിട്ട് അതവിടെ കിടന്നോളും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അയൺ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം.
ഞാനിവിടെ ഇപ്പോൾ ഒരു സ്റ്റിച്ചും കൂടെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. പതിച്ചിട്ടല്ല കേട്ടോ, 1/2 ഇഞ്ച് ഗ്യാപ്പ്, അതായത് എൻഡിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ അടിപൊളിയായിട്ട് അതവിടെ കിടന്നോളും. അപ്പോൾ നമുക്കിതിൻ്റെ എൻഡ് വരുന്ന ഭാഗം കയ്യിൽ കുത്തുവോ അല്ലെങ്കിൽ ആ ഒരു ലേസിൻ്റെ കരഭാഗമൊന്നും പുറത്തൊന്നും കാണാത്ത രീതിയിൽ ഇതുപോലെ നമുക്ക് കെട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ കമൻസിൽ വന്നിട്ടുണ്ടായിരുന്നത്, എങ്ങനെയാണ് ആ ഒരു ലേസ് വെച്ചത് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരുമെന്നിട്ട്. വളരെ സിമ്പിളാണ്, കൂട്ടുകാർക്ക് അത് മനസ്സിലാവാഞ്ഞിട്ടായിരിക്കും, എന്നാലും നിങ്ങളുടെ കമൻസിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അങ്ങനെ കമൻസ് വരുമ്പോഴാണ് എനിക്കത് വീണ്ടും ഒരു വീഡിയോസായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ആ ഒരു ടെൻഡൻസി ഉണ്ടാവുക. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതിൽ തെറ്റുള്ളത് എന്നൊക്കെ നിങ്ങളുടെ കമൻസ് നോക്കിയിട്ടാണ് എനിക്കത് തിരുത്താൻ പറ്റുക അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴും നിങ്ങൾ കമൻസ് ചെയ്തു എന്നുള്ള പ്രതീക്ഷയുണ്ട്. ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ആർക്കെങ്കിലും നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ പെട്ട സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഒന്ന് റെഫർ ചെയ്തിട്ടും കൂടി കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഷോൾഡറൊക്കെ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആം ഹോളൊക്കെ കറക്റ്റായിട്ട് എങ്ങനെയാണ് കിട്ടുന്നതെന്നൊക്കെ മെഷർമെൻറ്റ്സ് ആയിട്ടും അതുപോലെ തന്നെ കട്ടിങ് വീഡിയോസ് ആയിട്ടും സ്റ്റിച്ചിങ് വീഡിയോസ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്ത കൂട്ടുകാർ ഇതിൻ്റെ മുകളിൽ ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൂടെ ലിങ്ക് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ചാനലൊന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇതുപോലുള്ള സ്റ്റിച്ചിങ് വീഡിയോസ് ഉണ്ട് കേട്ടോ. സ്റ്റിച്ചിങ് വീഡിയോസ് മെയിനായിട്ട് ഇതുപോലെ എന്നെപ്പോലെ വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണ് ഒരുപാട് കൂട്ടുകാർ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. കാരണം ഞാനും ഇതുപോലെ സ്റ്റിച്ചിങ് ഒന്നും പഠിച്ചിട്ടൊന്നുമല്ല ഞാൻ ഈ ഒരു വീഡിയോസായിട്ട് ചെയ്യുന്നത്. യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ നമുക്ക് അറിയുന്ന മെത്തേഡൊക്കെ വെച്ചിട്ട് ആദ്യമേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ട് വീണ്ടും അതൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഞാൻ ചെയ്ത് സക്സസ് ആയ കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതേ സ്ലീവൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. സ്ലീവ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ചൊന്നും പുറത്തോട്ട് വരാത്ത രീതിയിൽ, അല്ലെങ്കിൽ സീവ് അലവൻസ് ആയിട്ടുള്ള ഭാഗമൊന്നും പുറത്തോട്ട് വരാത്ത രീതിയിൽ എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോ ബ്ലൗസ് സ്റ്റിച്ചിങ് വീഡിയോസിൻ്റെ ഫുൾ വീഡിയോസായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് സ്പീഡായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്തേക്കുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീണ്ടും പറയുകയാണ്, കമൻറ്റ്സ് എഴുതാൻ മറക്കരുത്. നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു വീഡിയോ എവിടെ നിന്നാണ് കാണുന്നതെന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസ് തയ്ച്ചേക്കുന്നതിൻ്റെ ഫൈനൽ റിസൾട്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നോക്കിയാൽ മനസ്സിലാവില്ല. ആ ഒരു പ്രിൻസസ് കട്ടിങ്ങിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് ഒക്കെ നോക്കിക്കേ, നല്ല ഭംഗിയിൽ ഇതവിടെ കിടക്കുന്നുണ്ടല്ലോ. നെക്കൊക്കെ നോക്കി നല്ല ഭംഗിയുണ്ട്. നമുക്ക് ആ ഒരു സീവ് എലവൻസ് ആയിട്ടുള്ള ഭാഗങ്ങളോ അല്ലെങ്കിൽ സ്റ്റിച്ചിൻ്റെ എൻഡ് വരുന്ന ഭാഗങ്ങളോ ഒന്നും നമുക്ക് ദേഹത്തോട് തട്ടാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.